Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Honey Mango Tree by Vaikom Muhammad Bashir, FIUGP VSC Semester 4 Languages under Calcutta University. Summary of Honey Mango Tree. തേന്മാവ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ് തേന്മാവ് എന്ന് പറയുന്നത്. ഹണി മാംഗോ ട്രീ ഈസ് എ ഷോർട്ട് സ്റ്റോറി ട്രാൻസ്ലേറ്റഡ് ബൈ ഡോക്ടർ KM ഷെരീഫ്. It is a touching narrative that explores the deep connection between human compassion and nature. അപ്പോൾ ഇതൊരു ചെറുകഥയാണ് ഹണി മാംഗോ ട്രീ തേന്മാവ് എന്ന് പറയുന്നത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ KM ഷെരീഫാണ്. ഇത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഒരു നരേറ്റീവാണ്. ഇതിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം ആണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. Known for his Bashirian humanism, the author uses a simple encounter to illustrate how a small act of selflessness can leave a lasting, sweet legacy. അപ്പോൾ ഇതിൽ ബഷീറിയൻ ഹ്യൂമനിസം ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ബഷീറിയൻ മാനവികതയിലൂടെയാണ് ഈ ഒരു കഥ പറയുന്നത്. അതായത് മനുഷ്യരുടെ മാനുഷികമായിട്ടുള്ള കാരുണ്യവും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു ബന്ധത്തെ വളരെ ഹൃദ്യമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് തേന്മാവ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ചെറിയ നിസ്വാർത്ഥ പ്രവൃത്തി എങ്ങനെ മധുരമുള്ള ഒരു വലിയ പാരമ്പര്യമായി മാറുന്നു എന്ന് ഈ ഒരു ലളിതമായ കഥയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ബൈ റഷീദ് ഹു ലിവ്സ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് ദെയർ സൺ. അപ്പോൾ ഈ ഒരു കഥ പറയുന്നത് റഷീദാണ്. അവരുടെ ഭാര്യയും മകനുമായിട്ട് ജീവിക്കുകയാണ്. ദേ ഷെയർ എ ഡീപ്പ് ബോണ്ട് വിത്ത് എ സ്പെസിഫിക് ഹണി മാംഗോ ട്രീ ഇൻ ദെയർ യാർഡ്. അപ്പോൾ അവർ ഒരു കഥ പറയണം. അവരുടെ തോട്ടത്തിൽ ഒരു തേന്മാവുണ്ട്. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഈ ഒരു തേന്മാവ് ഇവിടെ വരാൻ കാരണം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. റഷീദ് റീകോൾസ് എ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ഫ്രം ഹിസ് യൂത്ത് വെൻ ഹി വാസ് എ ബാച്ചിലർ. അപ്പോൾ റഷീദ് ഓർത്തെടുക്കുകയാണ്, താനൊരു ബാച്ചിലറായ സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത്. While walking on a hot day, he found an old exhausted man lying under a tree, nearly dying of thirst. ഇപ്പോൾ ഒരു ഉച്ച സമയം, നല്ല ചൂടുള്ള സമയമാണ്. അങ്ങനെ താൻ ബാച്ചിലറായ സമയത്ത് സംഭവിച്ച ഒരു ഇവൻ്റാണ്. ഒരു വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വളരെ ക്ഷീണിതനായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. ദാഹം കൊണ്ട് വളരെ ക്ഷീണിതനായിരുന്നു. റഷീദ് ബ്രോഡ് ദ മാൻ എ പിക്ചർ ഓഫ് വാട്ടർ. അപ്പോൾ ഇത് കണ്ട സമയത്ത് റഷീദ് ആ വൃദ്ധനായ മനുഷ്യന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. However, instead of drinking it all to save himself, the old man did something extraordinary. അപ്പോൾ ഈ ഒരു വൃദ്ധനായ മനുഷ്യൻ ആ വെള്ളം, അദ്ദേഹത്തിന് നല്ല ദാഹമുണ്ട്, അപ്പോൾ വെള്ളം മുഴുവൻ കുടിച്ച് തൻ്റെ ദാഹം ശമിപ്പിക്കുന്നതിന് പകരമായിട്ട് അദ്ദേഹം ഒരു എക്സ്ട്രാ അസാധാരണമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണ്. He noticed a tiny withered mango sapling nearby that had sprouted from a discarded seed. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം നോട്ടീസ് ചെയ്തു, കണ്ടെത്തി. അതായത് ഒരു ചെറിയ ഒരു മാങ്ങയുടെ അണ്ടിയിൽ നിന്ന് മുളച്ച് വന്ന വളരെ വിതേഡായിട്ടുള്ള കരിഞ്ഞുണങ്ങിയിട്ടുള്ള ഒരു വളരെ ദുർബലമായിട്ടുള്ള ഒരു ചെറിയൊരു പ്ലാന്റ് കണ്ടെത്തി. Despite his own desperate thirst, the old man used the water to nourish the dying plant. അപ്പോൾ അത് വെള്ളം കിട്ടാതെ അതിൻ്റെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കരിഞ്ഞുണങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൃദ്ധൻ തൻ്റെ ദാഹം ശമിപ്പിക്കുന്നതിന് പകരമായിട്ട് ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു, ആ നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. Shortly after this act of mercy, the man, a wandering mystic named Yusuf Siddiq, passed away. അങ്ങനെ ആ ഒരു പ്രവൃത്തി ഒരു ദയുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. അയാളുടെ പേരാണ് യൂസഫ് സിദ്ദീഖ് എന്ന് പറയുന്നത്. റഷീദ് വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ മാൻസ് കൈൻഡ്നെസ്. അങ്ങനെ റഷീദ് ഈ ഒരു മനുഷ്യൻ്റെ, ഈ ഒരു വൃദ്ധൻ്റെ ആ ഒരു കൈൻഡ്നെസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, വളരെ ദയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു കാരുണ്യം നിറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടങ്ങനെ മുന്നോട്ട് പോയി. ആഫ്റ്റർ ബറിയിങ് ഇവിടെ 6 മിസ്സിങ് ആണ്. ആഫ്റ്റർ ബറി ഹിം, റഷീദ് ആൻഡ് ആസ്മ ഡിസൈഡഡ് ടു കെയർ ഫോർ ദാറ്റ് സെയിം സാപ്ലിംഗ്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ ബറി ചെയ്തതിന് ശേഷം
റഷീദും തൻ്റെ ഭാര്യയായിട്ടുള്ള അസ്മയും എന്ത് ചെയ്തു, ആ ഒരു സെയിം സാപ്ലിങ്, ആ ഒരു ട്രീ, മാംഗോ ട്രീ ഉണ്ടല്ലോ, ചെറിയ പ്ലാന്റാണ്. മാങ്ങ ഒരു ആരോ മാങ്ങ കഴിച്ചിട്ടിട്ടുള്ള ആ ഒരു മാങ്ങിൻ്റെ അണ്ടിൻ്റെ അതിൽ നിന്ന് ജസ്റ്റ് ഒരു പ്ലാന്റ് മുളച്ച് വന്നിട്ടുള്ളൂ. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ കെയർ ചെയ്യാൻ തുടങ്ങി. വെൻ ദേ ബിൽഡ് ദെയർ ഹോം ദേ പ്ലാന്റഡ് ദ സാപ്ലിംഗ് നിയർ ബൈ ആൻഡ് നർച്ചേർഡ് ഇറ്റ് വിത്ത് ബൗണ്ട്ലെസ് മേഴ്സി ആൻഡ് ലവ്. അങ്ങനെ വീട്ടിൽ അവരൊരു വീട് പണയാവുന്ന സമയത്ത് അത് വീട്ടുമുറ്റത്ത് അത് കുഴിച്ചിട്ടു. എന്നിട്ട് അതിനെ നല്ല കെയർ ചെയ്തു. അവരതിനെ നേർച്ചർ ചെയ്തത്, അതിനെ സംരക്ഷിച്ചത് ബൗണ്ട്ലെസ് മേഴ്സി ആൻഡ് ലവ്, അതായത് അതിലില്ലാത്ത സ്നേഹത്തിൻ്റെയും ദയയുടെയൊക്കെ പ്രതീകമായിട്ടായിരുന്നു അത് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ നർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ ടൈം ഇറ്റ് ഗ്രൂ ഇൻ ടു എ മാഗ്നിഫിഷ്യൻ ട്രീ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് എക്സെപ്ഷണലി സ്വീറ്റ് മാംഗോസ് വിച്ച് ദേ കോൾ ഹണി മാംഗോസ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു മാവ് പൂത്ത് നല്ല മധുരമുള്ള മാങ്ങകൾ നൽകാൻ തുടങ്ങി. അങ്ങനെ അവരതിനെ ഹണി മാംഗോസ് എന്ന്, തേൻ മാങ്ങ എന്നതിന് പേരിട്ടു. ഹണി മാംഗോ ട്രീ സർവ്സ് ആസ് എ ലിവിങ് മോണുമെൻറ്റ് ടു യൂസുഫ് സിദ്ദീഖ്. ഈ ഹണി മാംഗോ ട്രീ, ഒരു തേന്മാവ് എന്ന് പറയുന്നത് യൂസുഫ് സിദ്ദീഖ്, ആ ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ ഒരു മോണുമെൻറ്റ് കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം കൂടിയാണ്, അദ്ദേഹത്തിന് ഓർമ്മിക്കാനുള്ള ഒരു സ്മാരകം കൂടിയാണ്. ദ സ്വീറ്റ്നെസ് ഓഫ് ദ ഫ്രൂട്ട് റെപ്രസെൻറ്റ് ദ സ്വീറ്റ്നെസ് ഓഫ് ദ ഓൾ മാൻ സോൾ ആൻഡ് ഹിസ് സെൽഫ്ലെസ് ലവ് ഫോർ എ ലിവിങ് തിങ്സ്. ആ ഒരു മാങ്ങയുടെ മധുരം എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആ ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിനെയാണ്, അയാളുടെ ആ ഒരു മേഴ്സിനെയാണ്, ലവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അയാളുടെ ആ ഒരു സെൽഫ്ലെസ് ലവ്, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബഷീർ ബ്യൂട്ടിഫുള്ളി ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് നേച്ചർ ഫ്ലറിഷസ് വെൻ ട്രീറ്റഡ് വിത്ത് കമ്പാഷൻ ആൻഡ് എ സിംഗിൾ ആക്ട് ഓഫ് കൈൻഡ്നസ് ക്യാൻ പ്രൊവൈഡ് ഷെയ്ഡ് ആൻഡ് സ്വീറ്റ്നസ് ഫോർ ജനറേഷൻസ് ടു കം. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഈ ഒരു ചെറുകഥയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്, പ്രകൃതിയെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ പ്രകൃതി നമുക്ക് തണൽ നൽകും, സ്വീറ്റ്നസ് നൽകും, നമ്മുടെ തലമുറകളായിട്ട് നമുക്കിതെല്ലാം അനുഭവിക്കാൻ കഴിയും. നമ്മൾ പ്രകൃതിനെ കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ട്, കുറച്ച് കൈൻഡ്നസ്, ദയയോട് കൂടിയിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും നമുക്കിത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചെറുകഥ അവസാനിപ്പിക്കുന്നത്.